നമസ്കാരം. ഗൾഫിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന, അതായത് ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മലയാള ചിത്രമായിട്ട് എമ്പുരാൻ മാറി എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇന്ന് തന്നെ ചെയ്തതുമാണ്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദുബായ് എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് കിട്ടിയ കളക്ഷനെ കുറിച്ചോ ബാക്കി കാര്യങ്ങളെക്കുറിച്ചോ സെപ്പറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ എനിക്ക് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമായിരുന്നു. അത് ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോയുമായിട്ട് ഉൾപ്പെടുത്താമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഈ ഒരു സംഭവം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറയാൻ സാധിക്കുന്നതായിരുന്നു. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഫസ്റ്റ് വീക്കെൻഡിൽ നിന്നുള്ള, അതായത് ആദ്യത്തെ 4 ദിവസങ്ങളിൽ നിന്ന് കിട്ടിയ എമൗണ്ട് അല്ല കാണിച്ചിരിക്കുന്നത്. എത്ര ആളുകൾ ചിത്രം കയറി കണ്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് അധികം വൈകാതെ തന്നെ എത്ര രൂപ കിട്ടി എന്നുള്ളതും കൂടി കിട്ടുമായിരുന്നു. പക്ഷെ അതിനുള്ള ടൈമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടോപ്പ് 5 ചിത്രങ്ങൾ, ഏറ്റവും ആദ്യത്തെ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കയറി കണ്ട ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നിൽക്കുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന് പറയുന്ന സിനിമയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 4,43,000-ലധികം ആളുകളാണ് ഈ ചിത്രം ആദ്യത്തെ 4 ദിവസം കൊണ്ട് കയറി കണ്ടത്. 4,43,000. ഓർക്കുക, അതൊരു ഹോളിവുഡിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ ഇത് റിലീസ് ചെയ്യിപ്പിച്ചിട്ടാണ് വീണ്ടും അവതാർ ഒന്നാം സ്ഥാനം പിടിക്കുന്നത്. അപ്പോൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ ഹോളിവുഡിലെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമയാണ്. അതാണ് UAE-യിലും ഫസ്റ്റ് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ഷാരൂഖ് ഖാന്റെ പത്താൻ എന്ന് പറയുന്ന സിനിമയാണ്. പത്താന് 3,74,000-ഓളം ആളുകളെയാണ് ഫസ്റ്റ് വീക്കെൻഡിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. 3,74,000. അടുത്തത് ഷാരൂഖ് ഖാന്റെ തന്നെ ജവാൻ എന്ന് പറയുന്ന സിനിമയാണ്. ജവാന് 3,56,000 ആളുകളെ ഉൾക്കൊള്ളാനാണ് സാധിച്ചത്. ആദ്യത്തെ 4 ദിവസം കൊണ്ട് 3,56,000 പേരെ സ്വീകരിക്കാൻ സാധിച്ചപ്പോൾ എമ്പുരാനാണ് അടുത്ത 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു നോക്കേണ്ടതുണ്ട്. 3,54,000 പേരെയാണ് എമ്പുരാൻ ഉൾക്കൊണ്ടത്. അതായത് 3,74,000 പത്താൻ, 3,56,000 ജവാൻ. വെറും 2,000 ആളുകളുടെ മാത്രം കുറവാണ് എമ്പുരാന് സംഭവിച്ചിരിക്കുന്നത്. 3,54,000 പേര് 4-ാം സ്ഥാനത്ത് എമ്പുരാൻ. 5-ാമത് ബാഹുബലി 2 ആണ്. 3,46,000-ഓളം ആളുകളെയാണ് ആദ്യ വീക്കെൻഡിൽ ഉൾക്കൊള്ളാൻ സാധിച്ചത്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യ 10 സ്ഥാനത്ത് ഒരേ ഒരു മലയാളം സിനിമ മാത്രമേ ഉള്ളൂ. അത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. ടോപ്പ് 10 ലിസ്റ്റാണ് നമുക്ക് കിട്ടിയത്. ആ ആദ്യത്തെ 10 സിനിമകളിലും എമ്പുരാനും ഷാരൂഖ് ഖാന്റെ 2-3 സിനിമകളും ബാഹുബലിയും, 2-3 സിനിമകളല്ല, ഈ 2 സിനിമയും ബാഹുബലിയും, ബാക്കി എല്ലാം ഹോളിവുഡ് സിനിമകളുമാണെന്ന് ഓർക്കുക. അപ്പൊ ഹോളിവുഡ് സിനിമകളും ബോളിവുഡ് സിനിമകളും മത്സരിക്കുന്ന ഗ്രൗണ്ടിൽ കയറി വന്ന് 4-ാം സ്ഥാനം അടിക്കാൻ എമ്പുരാന് സാധിച്ചു എന്ന് മാത്രമല്ല മറ്റൊരു താരത്തിനും മലയാളത്തിൽ നിന്ന് അത് സാധ്യമായിട്ടില്ല എന്നുള്ളതും കൂടി ഓർക്കുക. ഓർക്കേണ്ട കാര്യം, വലിയ ഹിറ്റായി, ഗൾഫിൽ ഉൾപ്പെടെ വലിയ ഹിറ്റായി മാറിയ സിനിമകൾ പലതും നമുക്ക് ഈ അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ പൃഥ്വിരാജിന്റെ ആടുജീവിതം ഉൾപ്പെടെ. പക്ഷെ അതിനൊന്നും സാധിക്കാത്ത റെക്കോർഡാണ്. ടോപ്പ് 10-ൽ പോലും കയറാൻ പറ്റാത്തടത്താണ് നമ്മുടെ എമ്പുരാൻ കയറി അടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.